തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഗ്യാസ് ലീക്ക് എന്ന സംശയം. അത്യാഹിത വിഭാഗത്തിലെ യെല്ലോ സോണിലാണ് വാതകച്ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്നത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊക്കെ ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും നേരിട്ടു. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, എന്തെങ്കിലും അപകട സാഹചര്യമുണ്ടോ? അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ടോ? ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? ഷിഹാസ്, ആശുപത്രിയുടെ മുൻഭാഗത്ത്, അതായത് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് അത്യാഹിത വിഭാഗമുള്ളത്. അതിൻ്റെ ഏറ്റവും പിറക് ഭാഗത്തായിട്ടാണ് ഈ യെല്ലോ സോൺ ഉള്ളത്. യെല്ലോ സോണിലാണ് ഇപ്പോൾ ഈ വാതകച്ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്നത് എന്നുള്ളതാണ്. പുലർച്ചെ മുതൽ തന്നെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊക്കെ അസ്വസ്ഥത നേരിട്ടു. തുടർന്ന് ഇവരെയൊക്കെ ഗ്രീൻ സോണിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന എൻട്രൻസിന് ഒരല്പം മാറിയാണ് ഈ യെല്ലോ സോൺ പ്രവർത്തിക്കുന്നത്. ആ യെല്ലോ സോണിലാണ് വാതകച്ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത്. ഈ ആശുപത്രിയുടെ ഈ പല ഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ, അങ്ങനെ പല സോണുകളായി ആശുപത്രിയെ തരംതിരിച്ചിട്ടുണ്ട്. രോഗികളുടെ ഗുരുതരാവസ്ഥ അനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ തരംതിരിവുകൾ ഉള്ളതെന്നുള്ളതാണ്. ആ ഭാഗത്തെയാണ് ഇപ്പോൾ നിലവിൽ യെല്ലോ സോണിൽ ഇത്തരത്തിൽ വാതകച്ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്നത്. അതായത് കരിഞ്ഞ ഒരു മണം ഉണ്ടായെന്നുള്ളതാണ് ഈ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താകമാനം ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് പരിശോധന നടത്തി വരികയുമാണ് എന്നുള്ളതാണ്. എന്നാലും ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് പറയുന്നത് ഈ യെല്ലോ സോണിൽ അടക്കമുള്ളിടത്ത് ഉപയോഗിക്കുന്ന ഏക വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ മാത്രമാണ്. മറ്റു തരത്തിലുള്ള വാതകങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള ലീക്കാണ് ഉണ്ടാവുക? അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ നിന്ന് കാണാൻ പറ്റും, ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്നു, പരിശോധന നടത്തി വരികയാണെന്നുള്ളതാണ്. അതിലും വാതക ചോർച്ച ഏതുതരം വാതകമാണ്, അത് ബയോഫ്യൂവൽസ് എന്തെങ്കിലും കത്തിയതാണ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ആശുപത്രി അധികൃതർ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് പറയുന്നത് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കരിഞ്ഞ മണമാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജീവനക്കാരും അതേപോലെ തന്നെ കൂട്ടിരിപ്പുകാരും ഒക്കെ അറിയിച്ചതെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സോണിൽ ഉണ്ടായിരുന്നവർ, അതായത് യെല്ലോ സോണിൽ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ നിലവിൽ ഗ്രീൻ സോണിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഷിഹാസ്.